നമസ്കാരം. മുൻ മന്ത്രി ജി സുധാകരനിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് പാർട്ടി അംഗത്തിന് നിരക്കാത്ത പ്രതികരണമാണ് എന്ന കടുത്ത വിമർശനവുമായി എച്ച് സലാം എം.എൽ.എ. ഏതു ഘടകത്തിലായാലും പാർട്ടി അംഗം അച്ചടക്കം പാലിക്കണമെന്നും സലാം പറഞ്ഞു. നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും CPM-ന് ഇത്തവണയുണ്ടായ വോട്ട് ചോർച്ച ചരിത്രത്തിൽ ആദ്യമാണെന്നും മറ്റും ജി സുധാകരൻ ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ പുന്നപ്രയിൽ പോലും വോട്ട് ചോർന്നതിനെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ കിടന്ന് നുളഞ്ഞു പുളയ്ക്കുകയാണെന്ന സുധാകരന്റെ പരാമർശത്തോട് എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നതും പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് എന്നായിരുന്നു സലാമിന്റെ പ്രതികരണം. സുധാകരന്റെ മോദി പ്രശംസ അത്ഭുതപ്പെടുത്തിയെന്നും സലാം പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധാരണയിൽ കവിഞ്ഞ അറിവുണ്ട്. സംസാരിക്കുമ്പോൾ പിഴവ് പറ്റുന്നയാളല്ല. മോദി ശക്തനായ ഭരണാധികാരിയാണെന്ന് പറഞ്ഞാൽ നല്ല ഭരണാധികാരിയെന്ന് അർത്ഥമില്ലെന്ന് അദ്ദേഹം പിന്നീട് തിരുത്തിയെന്ന് കേട്ടു. ആലപ്പുഴയിൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് ആദ്യമായല്ല. ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴായിരുന്നു. തലയ്ക്ക് അടി കിട്ടിയതുപോലെയുള്ള ആഘാതമായിരുന്നു അത്. ഗൗരിയമ്മ പോയതിന്റെ മൂലകാരണം ആരാണെന്ന് ആലപ്പുഴയിലെ ജനങ്ങൾക്കറിയാം. പഴയ കാര്യമായതുകൊണ്ട് അതെല്ലാം മറന്നുപോയെന്ന് വിചാരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ആ കാരണത്തിന്റെ അടിസ്ഥാനം തേടിപ്പോയാൽ പലതും പറയേണ്ടി വരും. സുധാകരനെ പാർട്ടി അവഗണിച്ചിട്ടില്ല. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. 4 തവണ MLA ആയി, മന്ത്രിയായി. സുധാകരനെ പരിഗണിച്ചതുപോലെ പാർട്ടി ഗൗരിയമ്മയെ പോലും പരിഗണിച്ചിട്ടില്ല. അതേസമയം ജി സുധാകരനോട് ആരും ഒരു അവഗണനയും കാണിച്ചിട്ടില്ലെന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ പറഞ്ഞു. അദ്ദേഹം വളരെ വിഷമത്തോടെയാണല്ലോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അദ്ദേഹത്തിന്റെ വിഷമമൊക്കെ മാറും എന്നായിരുന്നു നാസറിന്റെ പ്രതികരണം. സുധാകരന്റെ പൊളിറ്റിക്കൽ ക്രിമിനൽ പ്രയോഗത്തിനും എച്ച് സലാം MLA മറുപടി നൽകിയിരുന്നു. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം താൻ ചെയ്താൽ താൻ പൊളിറ്റിക്കൽ ക്രിമിനലാകും. അതാരും ചെയ്തുകൂടാ. ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് പരോക്ഷമായി അദ്ദേഹം വിമർശിച്ചു. പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിലാണ് ആലപ്പുഴയിലെ മാധ്യമങ്ങളെന്ന് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് സുധാകരൻ രംഗത്തെത്തിയിരുന്നു. മോദി ശക്തനായ ഭരണാധികാരിയാണെന്നും BJP മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുധാകരന് സീറ്റ് ലഭിച്ചിരുന്നില്ല. പ്രായപരിധി മാനദണ്ഡം പാലിച്ചതിനാൽ സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടിയതുമില്ല. ഇതിനുശേഷം പാർട്ടിക്കെതിരെ പലതവണ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം CPM സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ ഇറങ്ങിപ്പോയത് വലിയ വിവാദമായിരുന്നു. ഹരിപ്പാട് നടന്ന CBC വാരിയേഴ്സ് സ്മൃതി പരിപാടിയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. 10 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 11 മണിയായിട്ടും തുടങ്ങാതായതോടെ സുധാകരൻ സംഘാടകരോട് കയർക്കുകയും പിന്നാലെ ഇറങ്ങിപ്പോവുകയും ചെയ്യുകയായിരുന്നു. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നാണ് സുധാകരൻ ഇറങ്ങിപ്പോയത്. സജി ചെറിയാന് പുറമെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, പാർട്ടി ജില്ലാ സെക്രട്ടറി നാസർ എന്നിവർ കൂടി പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു ഇത്. CPM തന്നെയായിരുന്നു ഇതിന്റെ സംഘാടകർ.